എടാ നീ യൂസ് ചെയ്യുന്ന സെയിം പെർഫ്യൂം തന്നെയാണ് ഞാനും യൂസ് ചെയ്യുന്നത്, പക്ഷെ നിനക്ക് കിട്ടുന്ന അത്ര ആ ഒരു ലാസ്റ്റിങ്ങും ലോഞ്ചിവിറ്റിയും ഒന്നും എനിക്ക് കിട്ടുന്നില്ല, അതെന്താടാ അങ്ങനെ? ഒത്തിരി പേരെ അലട്ടുന്ന ഒരു ഡൗട്ടായിരിക്കും അല്ലേ ഇത്. അതായത് ഒരേ പെർഫ്യൂം തന്നെ പലരിലും പല രീതിയിലുള്ള ലാസ്റ്റിംഗ് ആയിരിക്കും തരുന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ആ ഒരു ഡൗട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം. ഞാൻ ഡോക്ടർ ഫെമിന, യുവർ ഫ്രാഗ്രൻസ് എക്സ്പേർട്ട് ഫ്രം ഡോക്ടർ ഫ്രാഗ്രൻസ് ഒഫീഷ്യൽ. നമ്മളിൽ പലർക്കും പല ടൈപ്പ് സ്കിന്നാണ് അല്ലേ. ഡ്രൈ സ്കിൻ ഉള്ളവരുണ്ട്, ഓയിലി സ്കിൻ ഉള്ളവരുണ്ട്, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരുണ്ട്. ഇതിൽ ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ, പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ് പെർഫ്യൂം ലാസ്റ്റിംഗ് ഏറ്റവും കൂടുതൽ. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പെർഫ്യൂം ലാസ്റ്റിംഗ് വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? ഡ്രൈ സ്കിൻ ഉള്ളവരുടെ സ്കിന്നിന് പുറത്തുള്ള ആ ഒരു നാച്ചുറൽ ഓയിൽ ഉണ്ടല്ലോ, അത് കുറവായിരിക്കും. നമ്മുടെ പെർഫ്യൂം ഓയിലുള്ള മോളിക്യൂൾസ് എപ്പോഴും ആദ്യം റിയാക്ട് ചെയ്യുക ഓയിലി ലെയറുമായിട്ടായിരിക്കും. സോ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ആ ഒരു ഓയിലി ലെയർ നാച്ചുറലി ഉണ്ടാവും. അതേസമയം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആ ഒരു നാച്ചുറൽ ഓയിലി ലെയർ പൊതുവെ ആബ്സെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെർഫ്യൂംസിലുള്ള ആ ഒരു മോളിക്യൂൾസ് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഓയിലി ലെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയിപ്പോവും. അങ്ങനെ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ പെർഫ്യൂംസ് അധികം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ലാസ്റ്റ് ചെയ്യാറില്ല. അതേസമയം ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ഉള്ളവർക്ക് നാച്ചുറലി ഒരു ഓയിലി ലെയർ അവരുടെ സ്കിന്നിന് പുറത്തുള്ളത് കൊണ്ട് തന്നെ പെർഫ്യൂമിലുള്ള ആ ഒരു മോളിക്യൂൾസ്, പെർഫ്യൂം ഓയിൽസ് പെട്ടെന്ന് ആ ഒരു എന്താ പറയുക ഓയിലി ലെയറുമായിട്ട് ബ്ലെൻഡ് ആവുകയും അതേസമയം സ്ലോ ആയിട്ട് പെർഫ്യൂംസ് റിലീസ് ചെയ്യുകയും ചെയ്യും. സ്കിൻ ടൈപ്പ് മാത്രമല്ല, നമ്മുടെ ബോഡി കെമിസ്ട്രിയിലെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അതിലൊന്നാണ് സ്കിൻ പി എച്ച്. സ്കിൻ പി എച്ച് എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ പി എച്ച് ആണ്. അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ പെർഫ്യൂം സ്മെല്ലിൻ്റെ ലാസ്റ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വെറ്റ് കോമ്പോസിഷൻ, ഒരുപാട് വിയർക്കുന്നവർക്ക് പെർഫ്യൂംസ് ഒരുപാട് ലാസ്റ്റ് ചെയ്യാറില്ല. പെർഫ്യൂം മോളിക്യൂൾസ് പെട്ടെന്ന് ബ്രേക്ക് ആവും. അതാണ് ചിലർക്ക് ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് വിയർപ്പ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോൺസ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഡയറ്റ്, ഇതെല്ലാം പെർഫ്യൂം ലാസ്റ്റിങ്ങിൻ്റെ എന്താ പറയുക ഒരു മേജർ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യാത്തവർക്ക് പെർഫ്യൂംസ് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡബിൾ ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു അൺസെൻറ്റഡ് മോയ്സ്ചറൈസർ ആദ്യം അപ്ലൈ ചെയ്യാം. എവിടെയാണോ നിങ്ങൾ പെർഫ്യൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പൾസ് പോയിൻറ്റ്സിലാണെങ്കിൽ പൾസ് പോയിൻറ്റ്സിൽ ആദ്യം ഒരു അൺസെൻറ്റഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഒട്ടും സെൻറ്റില്ലാത്തൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പെട്രോളിയം ജെല്ലി, വാസ്ലിൻ പോലുള്ള ഒരു പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യുക. അതിന് പുറത്തായിട്ട് പെർഫ്യൂംസ് അപ്ലൈ ചെയ്യുക. ഒരു ഡബിൾ ലാസ്റ്റിംഗ് കിട്ടും. നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ പെർഫ്യൂംസ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എപ്പോഴും കംപ്ലയിൻറ്റ് പറയുന്ന നിങ്ങളുടെ ചങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.